നമസ്കാരം. ഭക്ഷണമേശയിലെ പ്രധാനിയാണ്. രുചിയിലെ ആഢ്യത്വം മാത്രമൊന്നുമല്ല, ഗുണത്തിലും വളരെ കേമനാണ്, മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്, നമുക്ക് സർജറി കഴിഞ്ഞാൽ പോലും ശരീരത്തിന് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ മാറ്റാനായിട്ടോ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ശരീര താപം നിയന്ത്രിക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള എന്താണെന്നുള്ളത് പിടികിട്ടിയല്ലോ അല്ലേ? മോര് തന്നെയാണ്. ഈ ബട്ടർ മിൽക്കിന് ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമൊന്നുമല്ല, ഇതിലേറെ ഗുണങ്ങളുണ്ട്. എന്തിനൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വഴിയെ പറയാം. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. പാലിനേക്കാൾ കലോറി കുറവും കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് ഈ മോരെന്നുള്ളത്. മോര് തന്നെ ബോണിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ എല്ലുകൾക്ക് ക്ഷയം സംഭവിക്കുകയും ബലക്കുറവ് സംഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച്. ഇത് സർവ്വസാധാരണയായിട്ട് എല്ലാവരിലും കാണുന്നതാണ്. മുട്ട് തേയ്മാനവും വേദന, നീര് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഇതിനെയൊക്കെ കുറയ്ക്കാൻ നമ്മുടെ ഈ ഒരു മോരിനൊരു കഴിവുണ്ട് കേട്ടോ. ബോണിൻ്റെ ബലം കൂട്ടാനായാലും അതുപോലെ തന്നെ ഇത്തരം വേദനകളൊക്കെ കുറയ്ക്കാനും ചെറിയ രീതിയിലായാലും നീരും കേട്ടൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട്. തക്രം, ലഘു, കഷായ, അമ്ലദീപനം, കഫവാതജിത്ത്, അതായത് കഫദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ദീപനപാചനമായിട്ടുള്ള ഒരു ഔഷധമായിട്ട് തന്നെയാണ് ആയുർവേദം ഈ തക്ര എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് ഈ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോരിനെ കാണുന്നത്. ശോഫ്, ഉദര, അർശ, ഗ്രഹണി, ദൂഷ, മൂത്രഗ്രഹ രുചി. ശരീരത്തിൽ നീർക്കെട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹെമറോയിഡ്, പൈൽസിന്റെ ബുദ്ധിമുട്ടുകളോ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണമെന്നുള്ള അവസ്ഥ, ഗ്രഹണി ഉണ്ടാവുക, മൂത്രം ഒഴിഞ്ഞു പോകാത്ത അവസ്ഥ, ശരീരത്തിൽ നീർക്കെട്ട്, വയറ് വീർത്തതുപോലെ തോന്നുക, ഭക്ഷണത്തിന് രുചിയില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഫാറ്റിനെയൊന്നും ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അനീമിയ, വിളർച്ച എന്നുള്ളൊരു പ്രശ്നം, രക്തക്കുറവ്, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മോരിനെ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ വളരെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസ് ഉള്ള രോഗികളിലാണ്. അങ്ങനെയുള്ളവരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മോര് ഉപയോഗിച്ചിട്ട് ദഹനം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ട് ടോട്ടിങ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ വയറ് വീർത്ത് വരുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഗ്യാസ് നിറഞ്ഞ് വയറ് വീർക്കുന്നു എന്നൊക്കെ പറയാറില്ലേ, ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നുള്ള് കല്ലുപ്പും കടുക്കപ്പൊടിയും കൂടെ ചേർത്ത് മോരിൽ ചേർത്ത് കഴിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം 2 നേരമൊക്കെ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇത് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അകറ്റാൻ നല്ലതാണ്. ബ്ലീഡിങ് പൈൽസ് ഉള്ളവരാണെങ്കിൽ ചുക്കും ജീരകവും കൂടെ മോരിൽ പൊടിച്ച് ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. അതല്ല, മോഷൻ പോയതിന് ശേഷം ഉണ്ടാവുന്ന ചുട്ടുപുകച്ചിലും നീറ്റിലും ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ വേപ്പിലയും മല്ലിയിലയും കൂടെ അരച്ച് മോരും വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ്. ഇനി മലബന്ധം പ്രശ്നങ്ങളാണെങ്കിൽ വറുത്ത ജീരകവും അല്പം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് മോരിൽ ചേർത്ത് കഴിക്കുന്നതും ഏറെ ഗുണം ചെയ്യും. ഉപ്പ്, വേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, നാരകത്തിന്റെ ഇല എന്നിവയൊക്കെ തന്നെ ചതച്ച് മോരിൽ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പാനീയത്തിനെ വെല്ലാൻ മറ്റൊരു പാനീയവും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ശരീരത്തിന്റെ ക്ഷീണം അകറ്റാൻ ഇതിൽ പരം മറ്റൊരു മരുന്നില്ല. അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ താപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ എപ്പോഴും ചൂട് കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മോരിൻ വെള്ളത്തേക്കാൾ അല്ലെങ്കിൽ ഈ സംഭാരത്തേക്കാൾ നല്ലതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പം മറ്റുള്ള ശീതള പാനീയങ്ങളെയൊക്കെ ആശ്രയിക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് ഇത്. മോരും വെള്ളം ശീലമാക്കാൻ മതി. അത് നമ്മുടെ ദഹന പ്രശ്നങ്ങളെല്ലാം അകറ്റാനും വയറ് നല്ല ക്ലീൻ ആയിട്ട് ഇരുത്താനും ഒക്കെ സഹായിക്കും. ഈ മെറ്റബോളിസം നോർമൽ ആവുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല അഴകുള്ള മുടിയൊക്കെ തന്നെ സ്വന്തമാക്കാനും സാധിക്കുന്നത്. മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് ഇതുപോലുള്ള മോര്. ഇതിൽ ഉള്ളിയും ഇഞ്ചിയും ഇതൊക്കെ തന്നെ ചതച്ച് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണം ഒന്നുകൂടെ കൂടും. ഇന്നത്തെ ജീവിത രീതികൾ മൂലവും കൃത്യമല്ലാത്ത ഭക്ഷണ രീതികളും പലപ്പോഴും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ടല്ലേ. ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ പ്രശ്നം സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മോര്. മോരിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ദിവസേന മോര് കുടിക്കുന്നതിലൂടെ കുടലിന്റെ ചലനം എളുപ്പത്തിലാക്കുന്നത് കൊണ്ട് തന്നെ മലബന്ധം ഇല്ലാതാക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ശരീരത്തിലെ നിർജ്ജലീകരണം തടയുവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് മോര്. നല്ല രീതിയിൽ ദാഹം മാറ്റുന്നതിനും അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് ശരീരത്തിൽ നിന്നും വെള്ളത്തിന്റെ അംശം കുറയുന്നത് തടയാൻ സഹായിക്കുന്നത്. ദിവസേന മോര് കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ വിഷങ്ങളെല്ലാം തന്നെ പുറന്തള്ളാൻ സഹായിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് ആണ് ഈ ബട്ടർ മിൽക്ക് എന്ന് വേണം പറയാൻ. പൊട്ടാസ്യം, വൈറ്റമിൻ ബി എന്നതിന് പുറമെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽസ്യത്തിന്റെ കാര്യം പറയണ്ടല്ലോ.
ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ തന്നെ ബലത്തിന് നല്ലതാണ്. ആരോഗ്യകരമായിട്ടുള്ള എല്ലുകളിലേക്ക് സംരക്ഷിക്കുന്നതിന് ഈ ഒരു മോര് കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ബയോ ആക്റ്റീവ് പ്രോട്ടീൻ സാന്നിധ്യമുള്ളതിനാൽ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നത്. ദഹന പ്രശ്നങ്ങളും വയറുവേദനയും ഒക്കെ അലട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ പതിവായിട്ട് ഭക്ഷണത്തിൽ മോര് ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യുമേ. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു മാത്രമല്ല, മലബന്ധം അകറ്റുന്നു, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ മാറ്റുന്നു. ഇതിൽ പ്രോബയോട്ടിക് ആയതിനാൽ വയറിന് നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടാനും കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ മോരിൻ്റെ പ്രോബയോട്ടിക് ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മോരിൽ കലോറിയും ഫാറ്റും കുറവാണ്. അതിനാൽ തന്നെ മോര് കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ശരീരഭാരം കുറയ്ക്കാനും ഗുണം ചെയ്യും. ഫാറ്റും കൊളസ്ട്രോളും കുറഞ്ഞ മോര് കുടിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും നല്ലതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മോര് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടുക്കുന്നു എന്ന് മാത്രമല്ല, ഇതിലെ ലാക്റ്റിക് ആസിഡ് ധാരാളം ഉള്ളതിനാൽ തന്നെ നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നല്ല തിളക്കമാർന്ന യുവത്വമാർന്ന ചർമ്മം നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. മോരിനെ നമുക്കൊരു സമ്പൂർണ്ണ ആഹാരം എന്ന് തന്നെ വിളിക്കണം. കാരണം ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിലുണ്ട്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ജീവകം, ലിപ്പിഡുകൾ, എൻസൈമുകൾ, അതുപോലെ 90% വെള്ളവും തന്നെയാണ്. പാലിൽ കൊഴുപ്പുണ്ട്, എന്നാൽ ഈ ഒരു മോരിൽ കൊഴുപ്പുമില്ല. അതുപോലെ ചിലർക്ക് പാൽ അലർജി ഉള്ളവരുണ്ടാവും, അവർക്ക് പോലും മോര് ഉപയോഗിക്കാവുന്നതാണ്. സദ്യക്കും മോര് വിളമ്പുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നല്ലേ? നമ്മൾ പല പച്ചക്കറികളും പായസവും ഒക്കെ തന്നെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദഹനം എളുപ്പത്തിൽ നടത്താൻ സഹായിക്കുന്നതാണ് മോര്. അതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. വിശപ്പില്ലായ്മയ്ക്ക് മോര് നല്ലൊരു പ്രതിവിധിയാണ്. മോരിലെ ബി കോംപ്ലക്സ് വൈറ്റമിനുകളും ജീവകം ഡിയും ഉണ്ട്. ക്ഷീണവും വിളർച്ചയും ഒക്കെ അകറ്റാൻ നല്ലതാണ്. രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. റൈബോഫ്ലാവിൻ മോരിലുള്ളത് കൊണ്ട് തന്നെ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ദഹനത്തിനും സഹായകരമാണ്. കരളിൻ്റെ പ്രവർത്തനത്തിനും വളരെ നല്ല. ഈ പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതുക്കൾ, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇവയെല്ലാം ലഭിക്കാൻ മോര് കുടിക്കുന്നത് ഒരു പതിവാക്കാം. അതുപോലെ പ്രോട്ടീൻ ധാരാളം ഉള്ളതുകൊണ്ട് പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. മസിൽ ഉണ്ടാക്കാൻ സഹായിക്കും എന്നതിനാൽ ബോഡി ബിൽഡർമാരുടെ മികച്ച ചോയ്സ് ആണ് മോര്. കാലറി കൂട്ടാതെ തന്നെ ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങൾ നൽകാൻ സഹായിക്കുന്നുണ്ട്. ശരീരം വെയിൽ കൊണ്ട് കരുവാളിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ മോരിൽ അതേ അളവിൽ തന്നെ തക്കാളി നീരും കൂടെ ചേർത്തിട്ട് മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഇത് ചർമ്മത്തെ മൃദുലമാക്കാനും ആ കരുവാളിപ്പ് മാറ്റാനും നല്ല തിളക്കത്തോടെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. മോരിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് മോരിൽ ചേർത്ത് കുടിക്കുന്നത് തന്നെ ജലദോഷം, മൂക്കൊലിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്. എണ്ണത്തടിയും പ്രമേഹവും ഉള്ളവരിൽ പോലും ധൈര്യമായിട്ട് മോര് കുടിക്കാം. പ്രോബയോട്ടിക് ആയതിനാൽ മൂത്രനാളിയിലെ അണുബാധയും വജൈനൽ ഇൻഫെക്ഷനും ഒക്കെ തടയുന്നുണ്ട്. അൾസർ അകറ്റാന്, പിന്നെ നെഞ്ചരിച്ചിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ നമുക്ക് വായിൽ പുണ്ണ് വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ മറ്റുള്ള മരുന്നൊന്നും കയ്യിലുണ്ടെങ്കിൽ അല്പം മോരുണ്ടോ, അധികം പുളിയില്ലാത്ത മോരെടുത്തിട്ട് വായിലൊന്ന് കവിൾ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രശ്നത്തിനെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അനാരോഗ്യം ക്ഷണിച്ചു വരുത്തുന്ന നിറം കലർത്തിയ പാനീയങ്ങൾക്കും ലഘുഭക്ഷണങ്ങൾക്കും ജങ്ക് ഫുഡുകൾക്കും എല്ലാം തന്നെ ഒരു അറുതി വരുത്തിക്കൊണ്ട് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇത്തരം ആരോഗ്യകരമായിട്ടുള്ള പാനീയങ്ങൾ നമുക്ക് ശീലമാക്കാം. ഒട്ടും കലർപ്പില്ലാത്ത പഴമയുടെ രുചിക്കൂട്ടുകൾ നമ്മുടെ തലമുറയിലെ കുട്ടികളും ശീലമാക്കട്ടെ. അങ്ങനെ ഒരു പുതിയ തലമുറയെ, ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനും സാധിക്കും. അപ്പം മോര് ഇങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളുടെ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. അത് പ്രായപരിധിയില്ലാതെ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പ്രശ്നമല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മോര്. ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.